തീർച്ചയായും ആ പരിമിതികൾ ഉണ്ട് എന്നുള്ളത് ശബരിനാഥനും സമ്മതിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. ചില പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് നിലവിൽ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത്. ആ പരിമിതിയുടെ കാരണക്കാരായി പഴിചാരുന്നത് മുൻ സർക്കാരിനെ തന്നെയാണ് ശ്രീ തോമസ് ഐസക്. കാരണം LDF സർക്കാർ മുൻപ് ഉണ്ടാക്കി വെച്ച വലിയ കടബാധ്യതയിലാണ് സംസ്ഥാനമെന്ന് മുഖ്യമന്ത്രിയും അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസവും പരാധീനതയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് അവതരണം ആദ്യം തുടങ്ങുകയും ചെയ്തത്. സത്യത്തിൽ നമ്മുടെ ഈ ധനസ്ഥിതി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഈ ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു അതായത് നേരത്തെ ഈ ആരോപിക്കുന്ന വലിയ ആരോപണങ്ങൾ, അതായത് ഇത് മുഴുവൻ പൂച്ചപറ്റ് കിടക്കുന്നു എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് ഈ സർക്കാർ മുൻ സർക്കാർ ഒഴിഞ്ഞു പോകുമ്പോൾ ഈ ബജറ്റിൽ ഈ ഖജനാവിൽ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണക്ക് പൊതുമധ്യത്തിലുള്ളത് കൊണ്ട് നിലവിൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ മുൻ സർക്കാർ ഇവിടെ അത്രയധികം മുടിച്ചു വെച്ച് പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ബജറ്റ് തുടങ്ങുമ്പോഴും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതിനെ പ്രതിരോധിക്കേണ്ട, ഈ ആഖ്യാനത്തെ പ്രതിരോധിക്കേണ്ട ഒരു അധിക ബാധ്യത തീർച്ചയായും പ്രതിപക്ഷത്തിനുണ്ട്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ധനസ്ഥിതിയുടെ ഒരു നിജസ്ഥിതി എന്താണ്? ഇതിനെ മറികടക്കുവാൻ ഈ ബജറ്റിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ ബഡ്ജറ്റിലൊന്നുമില്ല ആ മറികടക്കാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും വരുമാനമുള്ളൂ, അതിനുള്ള ചിലവ്. അപ്പോൾ നമ്മൾ പറയുന്ന വലിയ ആശയങ്ങൾക്കുള്ള ചിലവിനുള്ള പണമില്ല. അപ്പോൾ ഉള്ള പണം അവയ്ക്കായിട്ട് വീതം വെക്കുക. അങ്ങനത്തെ ഒരു സമീപനമാണ്. ഒന്ന്, വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും ഒരു നിർദ്ദേശം ഉണ്ടോ? വളരെ എളുപ്പമാണ് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്. രണ്ട്, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ 3 ഭാഗമുണ്ട്. സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, അത് വർദ്ധിപ്പിക്കാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത്തെ ഭാഗം എന്താ? കേന്ദ്ര സഹായം. അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് അവിടെ വരുമാനത്തിൻ്റെ 50% കേന്ദ്രത്തിൽ നിന്നാകുമ്പോൾ നമുക്ക് ഈ വർഷം എനിക്ക് തോന്നുന്നു 30% താഴെ. മൂന്നാമത്തത് കേന്ദ്രത്തിൻ്റെ അനുമതിയോടെ എടുക്കാൻ പറ്റുന്ന വായ്പ. LDF ആയാലും UDF ആയാലും കേന്ദ്രം അനുവദിക്കുന്നത് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെ ഈ കടം കയറി മുടിയണമെന്ന്? ഇത് വലിയ തമാശ. എന്താ UDF ഇനി കടം മേടിക്കില്ല എന്ന് പറയാൻ പോയാണ്? ഇത് ചുമ്മാ ഒരു കള്ളപ്രചരണം മാത്രമാണ്. കടം കയറി 5 ലക്ഷം കോടി, നിങ്ങളും പറയുന്നത് കേട്ടു 5 ലക്ഷം കോടി രൂപയെന്ന്. ഞാൻ പറയാം 6 ലക്ഷം കോടി ആയില്ലല്ലോ എന്നുള്ളതാ. കാരണം കേരളത്തിൻ്റെ ഒരു ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും കട ഇരട്ടിയാവും. ആ മുറക്ക് 1.5 ലക്ഷമായിരുന്നു 2016 കടം. അത് 6 ലക്ഷം ഉണ്ടാ, 5 ആയിട്ടുള്ളൂ. നമ്മുടെ സമ്പദ്ഘടനയുടെ ശേഷിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കടത്തിൻ്റെ ഭാരം കുറഞ്ഞു വരിക. സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് നമ്മൾ കടത്തിന് കൊടുക്കുന്ന പലിശ സാമ്പത്തിക വളർച്ചയേക്കാൾ താഴെയാണെങ്കിൽ കടം സുസ്ഥിരമാണെന്നും പേടിക്കാനുള്ളതാണ്. അപ്പം ചുമ്മാ ഒരു പേടിയുണ്ടാക്കി അത് ജനങ്ങളെയൊക്കെ ഭയപ്പെടുത്തി എന്തോ കടപ്പേടി ഉണ്ടാക്കി എന്തോ വലിയ പ്രശ്നം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഒരു പ്രശ്നവും ഇല്ലാത്തത്. അമേരിക്കയിലെ കടം അവരുടെ വരുമാനത്തിൻ്റെ 101%. ഇന്ത്യ സർക്കാരിൻ്റെ കടം ഇന്ത്യയുടെ വരുമാനത്തിൻ്റെ 50%. ഇവിടെ 33% ഇപ്പോൾ. സോ അതൊന്നും ഒരർത്ഥമില്ലാത്ത ചില്ലറ. അപ്പം നമ്മുടെ ഈ 3 ഭാഗം എത്ര കടമെടുക്കാമെന്നുള്ളത് കേന്ദ്രം തീരുമാനിച്ചു തരുന്ന, പിന്നെ കേന്ദ്ര സഹായം തരണം. ഇത് രണ്ടും നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന. ശബരിയോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ത്യ മുന്നണിയല്ലേ? ഈ കേരളത്തിൽ തല്ലി പിടിക്കുന്നുണ്ടെങ്കിൽ ഈ BJPയുടെ നയത്തിനെതിരായിട്ട്, അവരുടെ സാമ്പത്തിക നയത്തിനെതിരായി സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുകയല്ലേ? ധവളപത്രം പോട്ടെ, ഈ ബഡ്ജറ്റിൽ എവിടെയെങ്കിലും കേന്ദ്രം നമ്മുടെ അന്യായം കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും? നമ്മുടെ വരുമാനത്തിൻ്റെ
ഏതാണ്ട് 2/3 കേന്ദ്രത്തിൻ്റെ നിലപാടിനെ ആശ്രയിച്ചിരിക്കുക. വായ്പയും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യായമായിട്ടുള്ള തരത്തിൽ നിന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്? എന്ത് രാഷ്ട്രീയം അത്? ഇതാണ് എൻ്റെ ചോദ്യം. എവിടെയാണ് ഉണ്ടോ? ശബരി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ വെയിറ്റ് ചെയ്യാം. എവിടെയെങ്കിലും ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഇതിനെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ടാകും. പറഞ്ഞോളൂ. സംതിങ് റോങ് ചെയ്യാ. നമ്മളെങ്ങനെ ഇങ്ങനെ ഒരു നിലപാട് എടുക്കണേ? സ്കീമുകൾ പ്രതിപക്ഷമാവട്ടെ ഭരണകക്ഷിയാവട്ടെ, കേരളത്തിന്റെ താല്പര്യങ്ങൾ ഡോക്യുമെന്റ് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇല്ല, ഡോക്യുമെന്റിനകത്താണെങ്കിൽ ശരി. ശബരി പറഞ്ഞോ, എനിക്ക് കേൾക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അല്ല സാറ് പറയണ്ടേ? ഞാൻ പറയാം. എക്കോ വരും. സാറ് പറയട്ടെ. സോ ഞാൻ പറയുന്ന വേറൊരു അടിസ്ഥാന പോരായ്മ ഈ കേന്ദ്രത്തിൽ നിന്ന് അർഹമായ വിഹിതം മേടിക്കുന്നതിനുള്ള മൂന്നാമത്തത്, ശരി ബഡ്ജറ്റിൽ ഇങ്ങനെ പരിമിതി ഉണ്ട്, പിന്നെ പരിമിതി മറികടക്കുന്ന എങ്ങനെയാ? ബഡ്ജറ്റിന് പുറത്ത് ഈ പ്രവർത്തനങ്ങൾക്കുള്ള വിഭവസമാഹരണം വേണം. അതിനെക്കുറിച്ച് പെർസ്പെക്റ്റീവ് എങ്കിലും വേണ്ടേ? എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണതെന്ന്? അല്ലാതെ നമ്മൾ വലിയ വലിയ ആശയങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടാവും, നല്ല പേരും എല്ലാം കൊടുത്തിട്ട്. ഞാൻ ബഡ്ജറ്റിനെ വിലയിരുത്തുക ഇങ്ങനെ കേട്ടോ, ഇറ്റ്സ് ബേസിക്കലി ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്. വെച്ചാൽ നാട്ടിൽ എല്ലാവരും കൂടി പറഞ്ഞിരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മളെങ്ങനെ പണം റിസോഴ്സ് മൊബിലൈസ് ചെയ്യുക, അത് മുൻഗണന വെച്ച് എങ്ങനെയാണ് നമ്മൾ ചെലവാക്കാന്ന് പറയുന്നതാണ്. ആ അർത്ഥത്തിൽ ഇത് സമ്പൂർണ്ണ പരാജയമാണ്.